പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 10-ാം തീയതി ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തിയ കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഓരോ നാളും ഞങ്ങളുടെ കൈപിടിച്ച് നടത്തുന്ന അപ്പയുടെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അങ്ങ് പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അപ്പം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അപ്പം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എത്ര നല്ലവൻ. ഹല്ലേലൂയ. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. 117-ാം സങ്കീർത്തനം പറഞ്ഞ്, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവീൻ. ആമേൻ. 2-ാമത്തെ വാക്യം, നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു. അതെ, ഇന്ന് പ്രഭാതി കരങ്ങൾ ഉയർത്തി പറ, എന്നോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു, എന്നോടുള്ള കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. അതുകൊണ്ട് ഞാൻ കർത്താവിനെ പ്രഭാതി സ്തുതിക്കുന്നു, എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. വാഴ്ത്തുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, ഓ അങ്ങയെ ഉയർത്തുന്ന കർത്താവെ, ആ നാമത്തെ പുകഴ്ത്തുന്ന കർത്താവെ, അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഓരോ നാളും കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തിന് സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അങ്ങ് കേൾക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ശബ്ദം കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ കൈ നീട്ടി അങ്ങ് ഞങ്ങളെ തൊടുകയും താലോലിക്കുകയും തലോടുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തൻ്റെ കുഞ്ഞുങ്ങളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. അതിന്മേലെല്ലാം കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരുണ്ട്. കർത്താവെ, അവർ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക ആരോഗ്യം മക്കളുടെ അവകാശമാണല്ലോ. അപ്പോൾ അങ്ങയുടെ വചനത്തിൽ പറഞ്ഞു, മക്കളുടെ അപ്പമാണ് സൗഖ്യം. അപ്പം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളായ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവിക ആരോഗ്യത്തിൽ അവർ ജീവിക്കട്ടെ, ദൈവിക സൗഖ്യത്തിൽ അവർ ജീവിക്കട്ടെ, രോഗങ്ങൾ മാറി നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാത്തിനും അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, എല്ലാത്തിനും അങ്ങ് മതിയായവന്. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കണം. ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കണം. ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കണം. അങ്ങയുടെ ബലമുള്ള കാര്യങ്ങളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കണം. ആമേൻ. ആ അടിപ്പടകളുടെ സൗഖ്യത്തിൻ്റെ ശക്തി എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ചെറിയ രോഗികളാണെങ്കിലും വലിയ രോഗത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ അങ്ങനെ അത്ഭുതത്തിൻ്റെ ശക്തി അനുഭവിപ്പാനിട വരട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലും ദൈവിക ഇടപെടലുണ്ടാകണം. രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ ആമേൻ ഭയങ്കരമായ ആകുലതകളും ആമേൻ മനസ്സിനകത്ത് ഭയങ്കര ടെൻഷനായി ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്ത് സ്വതന്ത്രരാകട്ടെ. അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാനുള്ള കൃപ കൊടുക്കണം. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. എക്സാംസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകണം. വിവാഹപ്രായമായ മക്കളുടെ മേൽ അങ്ങയുടെ കൃപയുണ്ടാകണം. തക്ക സമയത്ത് അവർ വിവാഹം നടക്കുവാൻ കർത്താവ് ഇടവരുത്തണം. അതുപോലെ സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കണം. ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെ, ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ വീടുകൾ മേടിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ ഭൂമിയിൽ താൽക്കാലികമായ വാസസ്ഥലമാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും പാർപ്പിടം ആവശ്യമാണല്ലോ.
തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഈ വിഷയത്തിൽ ദൈവിക ഇടപെടൽ ഈ മാർച്ച് മാസത്തിൽ സംഭവിക്കട്ടെ. ഈ മാർച്ച് മാസത്തിൽ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇന്നലത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് അനുവദിച്ച നാളെ രാത്രിയിലും ഇതേ സമയം സെയിം ടൈമിൽ നമുക്ക് കാണാം. കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കട്ടെ. എബ്രായ ലേഖനം അതിൻ്റെ 13-ാമത്തെ അധ്യായം നമുക്ക് അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് യേശു മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. അപ്പം എബ്രായ ലേഖന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു, ഈ സ്തോത്രമെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴെങ്കിലും എല്ലാം തികഞ്ഞു നിൽക്കുന്ന സമയത്ത്, കംഫോർട്ടബിളായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യമല്ല. ആമേൻ. അവിടെ പറഞ്ഞ അധരഫലമെന്ന സ്തോത്രയാഗം, അതായത് യാഗമെന്ന് പറഞ്ഞാൽ അതിന് വില കൊടുത്ത് ചെയ്യുന്നതാണ് യാഗമെന്ന് പറയുന്നത്. അപ്പം ഈ ദൈവത്തിന് സ്തോത്രം പറയുന്നത് എല്ലാം ഫേവറബിളായിട്ട് നിൽക്കുന്ന സർക്കംസ്റ്റാൻസസുകളിൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും ദൈവത്തിന് സ്തോത്രം പറയാൻ പഠിക്കണം. അപ്പം ഈ നമ്മൾ എപ്പോഴും പിറുപിറുപ്പുകാരൻ, നമ്മളെപ്പോഴും കംപ്ലൈനിങ് പറയുന്നവരെ, ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ പരാതി നമ്മുടെ പ്രോബ്ലത്തെ വലുതാക്കും, നമ്മുടെ പ്രശ്നത്തെ വലുതാക്കും. ആമേൻ. നമ്മുടെ ഫോക്കസ് നമ്മുടെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ഫോക്കസ് ദൈവത്തിലേക്ക് മാറും. അത് ദൈവത്തെ വലിയതാക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തെക്കാളും വലുതായി ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയും. അപ്പം കംപ്ലൈൻറ്റ് എന്ത് ചെയ്യും? മാഗ്നിഫൈസ് പ്രോബ്ലംസ്, പ്രശ്നത്തെ വലിയതാക്കി കാണും. എന്നാൽ സ്തോത്രമോ അത് ദൈവത്തെ വലുതാക്കി കാണുവാൻ ഇടവരും. സോ ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയത്തിൻ്റെ മുമ്പിൽ നമുക്ക് ദൈവത്തെ വലുതായി കാണാൻ കഴിയുമ്പോൾ, എത്രമാത്രം നമുക്ക് ദൈവത്തെ വലുതായി കാണാൻ കഴിയുന്നോ അത്രമാത്രം നമ്മുടെ പ്രശ്നം ചെറുതായി വരും. നമ്മൾ ഒരു ഫ്ലൈറ്റിൽ ടേക്ക് ഓഫ് ചെയ്ത് ഫ്ലൈറ്റിലിരിക്കുമ്പോൾ നമ്മൾ താഴോട്ട് നമ്മുടെ ചുറ്റും കാണുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് വലുതായി തോന്നും. എന്നാൽ ഫ്ലൈറ്റ് ഉയർന്നു പോകുന്നതനുസരിച്ച് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട വലിയ ബിൽഡിങ്ങുകളും നേരത്തെ കണ്ട പലതും ചെറുതായി തോന്നുന്നത് പോലെ നമ്മുടെ വിഷയത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് അത് മറ്റുള്ളവരോടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തു പറ്റും? നമ്മുടെ വിഷയം ഇങ്ങനെ വലുതായി നമുക്ക് ഫീൽ ചെയ്യും. അതിനു പകരം നമ്മൾ കർത്താവിലേക്ക് നോക്കി, കർത്താവെ അങ്ങാണ് വലുത്, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമ്മുടെ വിഷയം എന്തായി വരും? ചെറുതായി വരും. അപ്പം നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ എന്താ പ്രധാനമായിട്ട് സംഭവിക്കുന്നത്? അവിടേക്ക് ദൈവ സാന്നിധ്യത്തെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ആമേൻ. ദൈവ സാന്നിധ്യത്തെ ഇൻവൈറ്റ് ചെയ്യുക. നമ്മൾ വേദപുസ്തകം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആമേൻ, നമുക്കറിയാം നമ്മൾ എവിടെയൊക്കെ ദൈവത്തെ സ്തോത്രം പറയുന്നുണ്ടോ അവിടെ എല്ലാം ഡിവൈൻ ഇൻ്റർവെൻഷൻ നടന്നിട്ടുണ്ട്, ദൈവിക ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ അങ്ങ് മതിയായവന്, അങ്ങേക്ക് കഴിയും, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാകും? ദൈവിക ഇടപെടലുണ്ടാകും. പ്രത്യേകിച്ച് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പം ഈ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലൊക്കെ വാതിലുകൾ തുറക്കപ്പെടുന്നതെല്ലാം എന്താ? ആ ദൈവിക ആരാധന ഉയർന്നപ്പോൾ, ദൈവത്തിന് സ്തോത്രം ഉയർന്നപ്പോൾ എന്താ പറ്റിയേ? അത് അവിടെ അത്ഭുതങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ പ്രൈസ് അല്ലെങ്കിൽ സ്തോത്രം എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം അല്ല, ഇതൊരു ആത്മീക ആയുധമാണ്. അപ്പം നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവത്തിന് സ്തുതി പറയുമ്പോൾ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയർ, ആ ഭയമുണ്ടാക്കിയ അറ്റ്മോസ്ഫിയറിനെ മാറ്റി വിശ്വാസത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ സ്തോത്രം പറയണമെങ്കിൽ എന്തുണ്ടാകണം? അതൊരു വിശ്വാസം ഉണ്ടാകണം. അപ്പോൾ ഒരു ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത് ആണ് പ്രൈസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അധരഫലം, അതായത് ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ്, ഫ്രൂട്ട് ഓഫ് അവർ ലിപ്സ്, അധരഫലം. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം പറയും തോറും നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കുവാൻ തുടങ്ങും. ആമേൻ. ആശ്രയം വർദ്ധിക്കുവാൻ തുടങ്ങും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താ വേണ്ടി? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പം നമ്മൾ മറുപടി കണ്ടില്ല എങ്കിൽ പോലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ. അബ്രഹാം മറുപടി കണ്ടിട്ടില്ല. അബ്രഹാം ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം
സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം എന്ത് ചെയ്തു? വലുതായി 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 വന്നു. അപ്പം ആമേൻ, ഈ വിശ്വാസമുള്ളവർക്ക് എന്നാ പറ്റും? അവരെ നന്ദി പറയുന്നത് എപ്പോഴാണ്? അത്ഭുതം കണ്ടിട്ടല്ല, അത്ഭുതം വരുന്നതിന് മുമ്പ് തന്നെ നന്ദി പറയുവാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അധരപഥമെന്ന സ്തോത്രയാഗം എന്ത് ചെയ്യണം? ആമേൻ, ധാരാളമായി അർപ്പിച്ചുകൊണ്ടിരിക്കണം, നിരന്തരമായി അർപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തോടെ പറഞ്ഞാൽ, ഒരു വലിയ ഹെവിയായ ഒരു ബാഗ് ഒരു കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുക, സ്കൂളിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ അപ്പൻ സ്കൂളിൽ നിന്ന് ആ കുഞ്ഞിനെ എടുക്കാൻ ചെന്നു. അപ്പം ഈ ബാഗ് ഭയങ്കര വെയിറ്റാന്ന് കുഞ്ഞ് പറയുന്നതിന് പകരം, അപ്പോൾ ഈ ബാഗ് ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞ് അപ്പനെ നോക്കി ഒരു ചിരി ചിരിക്കുമ്പോൾ അപ്പൻ എന്നാ ചെയ്യും? അപ്പൻ ആ ബാഗ് അങ്ങ് എടുക്കും. അപ്പോൾ കുഞ്ഞ് എന്നാ ചെയ്യും? കുഞ്ഞ് സന്തോഷത്തോടെ ഫ്രീ ആയിട്ട് നടക്കും. ഇതാണ് സ്തോത്രത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം, കർത്താവേ, ഈ പ്രശ്നത്തെക്കാൾ എത്രയോ വലിയവനാണ് അങ്ങ്, എത്രയോ വലിയവനാണ് അങ്ങ്, അങ്ങേക്ക് കഴിയാത്തതായിട്ട് വലിയ കാര്യമുണ്ടോ എന്ന് നമ്മൾ പറയുമ്പോൾ എന്തു പറ്റി? നമ്മുടെ ബേർഡൻസ്, നമ്മുടെ ഭാരങ്ങളെല്ലാം മാറിപ്പോകാൻ തുടങ്ങും. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നത് വീണ്ടും വർദ്ധിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതം ആരംഭിക്കുമ്പോൾ അല്പസമയം ദൈവസന്നിധിയിൽ നിന്ന് കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം പറ. നമ്മുടെ മനസ്സിനകത്തുനിന്ന് ആമേൻ എല്ലാ തരത്തിലുള്ള പിറുപിറുപ്പുകളും മാറ്റി കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം പറ. അതുപോലെ ആമേൻ, നമ്മുടെ മുമ്പിൽ നമുക്ക് പ്രയാസമായ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ കർത്താവിന് സ്തോത്രം പറ. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ഈ നെഗറ്റീവായ വേർഡുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി അതിനെ ഫെയ്ത്ത്, വിശ്വാസമുള്ള വാക്കുകളാക്കി മാറ്റി ദൈവത്തിന് സ്തോത്രം പറ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നിങ്ങൾക്കറിയാമോ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ബലഹീനരാക്കി കളയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആ കൈകൾ ഉയർത്തി പറ, ഇന്നു മുതൽ എൻ്റെ വായിൽ നിന്ന് വിശ്വാസത്തോടുള്ള സ്തോത്രമായിരിക്കും വരുന്നത്. നിരാശയുടെ വാക്കുകൾ ഞാൻ പറയത്തില്ല. ആമേൻ. കംപ്ലൈനിങ്, ആമേൻ, പിറുപിറുപ്പ്, ഇതൊന്നും എന്നിൽ നിന്ന് പുറത്തു വരത്തില്ല എന്ന് വിശ്വാസത്തോടൊന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുണ്ടാകട്ടെ. ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. ആമേൻ. ഇവരെല്ലാവരും ദൈവത്തിന് സ്തോത്രം പറയുന്നവരായി തീരട്ടെ. കർത്താവിൻ്റെ നാമം ഉയർത്തുന്നവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കണ്ടേ നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്. വി ആർ blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം.